ഇന്നുള്ളത് തറവാട്ടത്തെ വീട്ടിലാണ്. അപ്പോൾ ഇന്നിവിടെ ഒരാളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടി. ആദ്യം ഞങ്ങൾ ബിരിയാണി വെക്കണം എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് പിന്നെ അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും മന്തിയാണ് വേണ്ടത്. അപ്പോൾ പിന്നെ എന്തായിട്ട് ഞങ്ങൾ മന്തി വെക്കാമെന്ന് തീരുമാനിച്ചു. മന്തി ആയതുകൊണ്ട് തന്നെ മന്തി വെക്കാനുള്ളത് ഫസ്മിനെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആൾ അടിപൊളിയായിട്ട് മന്തി വെക്കും. അപ്പോൾ പിന്നെ ആളുടെ പിന്നാലെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പണിക്ക് കൂടി കൊടുത്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ എന്താ മദ്രസയിൽ നിന്ന് സൈക്കിൾ റാലി നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീണ്ടും നമ്മുടെ മന്തി പരിപാടി മകൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുത്തൊരു പാത്രത്തിൽ ചിക്കൻ ഫുള്ളായിട്ട് ഇങ്ങനെ നിരത്തി വെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഞങ്ങൾ ബിരിയാണി പോട്ടിലിട്ടിട്ടാണ് പൊരിച്ചെടുത്തത്. മക്കൾ മദ്രസ വിട്ട് വന്നേക്കാൻ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരത്താണ് അവർക്ക് മദ്രസ ഉള്ളത്. അപ്പോൾ ഇന്ന് ഷെരീഫോക്കിൻ്റെ കടയിൽ ആളില്ലാത്തത് കൊണ്ട് തന്നെ രാത്രി കടയിലൊന്ന് നിൽക്കാൻ വേണ്ടി അവരോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കടയിലേക്ക് പോയി അവർ വീട്ടിലെത്തുമ്പോഴേക്കിനെ രാത്രി 10 മണിയാവും. ആ ഒരു ടൈം വരെ ആ കേക്ക് ഈ മക്കളുടെ ഇടയിൽ ഉണ്ടാവില്ല. പിന്നെ രാത്രി വരുമ്പോഴേക്കിനെ ചെറിയ മക്കളൊക്കെ ഉറങ്ങും ചെയ്യും. എഴുതിയിട്ട് ഞങ്ങൾ നേരത്തെ കേക്കൊക്കെ അരി അടുപ്പത്തിട്ടിട്ടാണ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞോളുടെ അവിടേക്ക് പോയിട്ടുള്ളത് കേട്ടോ. വന്നപ്പോഴേക്കിന് ഇത് അരിയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താട്ടി അതൊക്കെ ഒന്ന് എന്താ പോലെ ലെവലാക്കി ദമ്മിട്ട് വെക്കുകയാണ്. പിന്നെ ഞങ്ങൾ ബിരിയാണി പോട്ടിൽ വെച്ചിട്ടുള്ള ചിക്കന് ഞങ്ങൾ അതിൻ്റെ മേലെ കൂടെ ഇട്ട് സെറ്റാക്കി. ചിക്കനും മസാല കൂട്ടേക്ക് തുടങ്ങിയതാണ് കേട്ടോ. ഓരോരുത്തർ വന്നിട്ട് ചിക്കനായോ എന്ന് ചോദിക്കല്. അങ്ങനെ ഏതായാലും വെന്തയ്ക്ക് ഇവർക്കുള്ള ഓരോ പീസ് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് രാവിലെ ഞങ്ങൾ വാങ്ങിച്ച ഒരു കേക്ക് ഇവരുടെ ഇടയിൽ വൈകുന്നേരം വരെ ഞങ്ങൾ എത്തിച്ചപ്പോഴേക്കിന് കുറച്ചൊന്ന് പടാപ്പാട് പെട്ടു. അങ്ങനെ മന്തിനെയൊക്കെ അവിടെ സെറ്റാക്കിയപ്പോഴേക്കിന് തത്തമ്മ നിയമോളം വന്നിട്ടേ അവരുടെ സ്കൂളിൽ ന്യൂ ഇയർ ആയിട്ട് സ്കൂൾ തുറന്നിട്ടാണ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ A4 ഷീറ്റ് വെച്ചിട്ട് ന്യൂ ഇയർ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇങ്ങനെ വന്ന് വിളിക്കലോ. ഈ ഒരു ഗിഫ്റ്റ് രാത്രിയാണ് ഇവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാനുള്ള ഒരു ടൈമില്ല. പിന്നെ രാവിലെ നേരത്തെ സ്കൂൾക്കും പോകണം. അപ്പോൾ പിന്നെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ ടൈമില്ലാത്തത് കൊണ്ട് തന്നെ ഇവരെന്നെ ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മന്തിക്കുള്ള മയോണൈസും അതുപോലെ തന്നെ തക്കാളി ചട്നിയൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ മക്കൾക്കുള്ള മന്തിയൊക്കെ കൊടുത്ത് അവരത് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാലോ എന്ന് കരുതിയിട്ട് അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മക്കളത് കഴിഞ്ഞേക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. മന്തി ഏതായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നേരത്തെ ഫുഡ് കഴിച്ചത് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാനല്ലോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒറ്റയ്ക്ക് പോരാണെങ്കിൽ കുറച്ച് റിസ്ക്കുമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.